ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ സ്ത്രീകൾ ഒരിക്കലും നിശബ്ദരായിരുന്നില്ല. ധൈര്യത്തോടെ ഈമാനോടുകൂടെ ചരിത്രം രചിച്ചവരാണവർ. വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത കാലങ്ങളിൽ പിറന്ന ഇസ്ലാമിന്റെ 15 വീരവനിതകൾ, ഈമാനിനെ മുറുകെ പിടിച്ചവർ, മുസ്ലിം സ്ത്രീകൾക്ക് മാർഗദീപങ്ങളായവർ. ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയുടെ ധൈര്യം ഒരു മുഴുവൻ ഉമ്മത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചു. മക്കയിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചെങ്കിലും ലോകാസക്തികളിൽ നിന്നും അകന്നു ജീവിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ത്വാഹിറ, ശുദ്ധയായ സ്ത്രീ എന്ന ബഹുമതി കിട്ടിയത്. കച്ചവട ചരക്കുകൾ നിയന്ത്രിച്ച ബീവി വ്യാപാര ലാഭം ദരിദ്രർക്കും ദാസന്മാരുടെ മോചനത്തിനുമായി നൽകി. ബീവി തന്റെ ചരക്കുകളെ നയിക്കാൻ യോഗ്യനായ ഒരാളെ തേടുമ്പോൾ സത്യസന്ധതയുടെ പ്രതീകമായ വിശ്വസനീയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ അമീനെ കുറിച്ച് ആളുകൾ പറയുന്നത് കേട്ടു. ബീവി തന്റെ ചരക്കുകൾ പ്രവാചകനെ ഏൽപ്പിച്ചു. ഷാമിലെ യാത്രയിൽ അത്യന്തം ലാഭമുണ്ടാക്കി മക്കയിലേക്ക് കച്ചവട സംഘം മടങ്ങിയെത്തിയപ്പോൾ ഇതൊരു സുഖ വ്യാപാര ജയം മാത്രമല്ല, ഹൃദയ ജയവുമായിരുന്നു എന്ന് ബീവി തിരിച്ചറിഞ്ഞു. പ്രവാചകന്റെ കച്ചവടത്തിൽ കണ്ട സത്യസന്ധതയും വിശ്വാസവും ബീവിയുടെ ഹൃദയത്തിൽ പ്രണയമായി മാറി. ബീവിയുടെ പ്രണയം, പ്രവാചകന്റെ സത്യസന്ധത, വിനയം, ബഹുമാനം എല്ലാം ചേർന്ന് ബീവി തന്നെയാണ് വിവാഹാലോചന മുമ്പോട്ട് വെച്ചത്. പ്രവാചകനും ബീവിയും തമ്മിലുള്ള ബന്ധം മക്കയുടെ മരുഭൂമിയിലെ കാറ്റിൽ വീശിയ സ്വർഗഹാവയുടെ ശീതളമായി. മരുഭൂമിയിലെ ചൂടിൽ പൂത്തുനിന്ന സ്വർഗസമാനമായൊരു വീട്. അവിടെ അവർ കുടുംബജീവിതം ആരംഭിച്ചു. അവർക്ക് 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ജനിച്ചു. ഖാസിം, അബ്ദുള്ള, സൈനബ്, റുക്കിയ, ഉമ്മു കുൽസും, ഫാത്തിമ. അവരുടെ വീട് സ്നേഹത്തിന്റെ കേന്ദ്രമായി. ഭർത്താവിന് ഹിറാ ഗുഹയിൽ ആദ്യമായി വഹി ലഭിച്ചപ്പോൾ ബീവിയും നബിക്കൊപ്പം ഭയപ്പെട്ടു. ഭർത്താവ് പേടിയോടെ മടങ്ങിയപ്പോൾ ബീവി പറഞ്ഞു, തീർച്ചയായും അള്ളാഹു നിങ്ങളെ അപമാനിക്കുകയില്ല. കാരണം നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ പാലിക്കുന്നു, സത്യങ്ങൾ പറയുന്നു, ദുർബലരെ സഹായിക്കുന്നു, അതിഥികളെ ബഹുമാനിക്കുന്നു, നീതിക്കെതിരായ തെറ്റിനെ നേരിടുന്നു. ഇസ്ലാമിന്റെ പ്രയാസകാലത്ത് തന്റെ സമ്പൂർണ്ണ സമ്പത്തും ദീനിനായി ബീവി സമർപ്പിച്ചു. മക്കയിലെ നിരോധന കാലത്ത് പ്രവാചകനെയും മുസ്ലിമീങ്ങളെയും പിന്തുണച്ചു. അവരുടെ വിശ്വാസം അനശ്വരമായി നിലനിന്നു. അന്നത്തെ സമ്മർദ്ദവും മരുഭൂമിയിലെ കത്തുന്ന മണലും ബീവിയെ ഒട്ടും ഭയപ്പെടുത്തിയില്ല. ബീവിയുടെ വഫാത്ത് പ്രവാചകനെ തളർത്തിയിരുന്നു. ആ വർഷം വേദനയുടെ വർഷമായി അറിയപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞിട്ടും പ്രവാചകൻ ബീവിയെ ഓർത്ത് കണ്ണു നിറച്ച് സ്മരിച്ചു. ബീവിയുടെ ജീവിതം ഓരോ മുസ്ലിം സ്ത്രീക്കും ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും വിശ്വാസ നിശ്ചയത്തിന്റെയും പാഠമായിരുന്നു. അവർ പ്രവാചകന്റെ ആദ്യ ഭാര്യ മാത്രമായിരുന്നില്ല, ആദ്യ മുസ്ലിം, ആദ്യ വിശ്വാസിനി, ആദ്യ നമസ്കാരി, ആദ്യ ബലിദാനിയായ വീരസ്ത്രീ. ബീവിയുടെ ജീവിതം മുസ്ലിം സ്ത്രീകൾക്ക് ഇന്നും പ്രചോദനമാണ്. ഫാത്തിമ ബിന്ത് മുഹമ്മദ് റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയുടെ പാത പിന്തുടർന്ന് ലോകത്തിന് മാതൃകയായവർ. ലോകനായകന്റെ പ്രിയ മകൾ, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവർ വളർന്നത് മക്കയുടെ ഇരുണ്ട ക്രൂരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ കഅബയുടെ അടുത്ത് വെച്ച് തന്റെ പിതാവിന്റെ കഴുത്തിൽ കയർ കെട്ടി വലിച്ചിഴക്കപ്പെടുന്നതും അദ്ദേഹത്തിന് നേരെ കല്ലെറിയുന്നതും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ തലയിലേക്ക് വലിച്ചെറിയുന്നതും ബീവി കണ്ടു. എങ്കിലും തന്റെ ചെറിയ ശരീരവും വിറക്കുന്ന കൈകളുമായി എന്നും തന്റെ പിതാവിനോടൊപ്പം നിന്നു. നബിയുടെ മുഖത്തെ പൊടി തുടച്ചു മാറ്റിക്കൊണ്ട് ബീവി പറയുമായിരുന്നു, ഭയപ്പെടേണ്ട, അള്ളാഹു കൂടെയുണ്ടെങ്കിൽ ആർക്കാണ് താങ്കളെ ഉപദ്രവിക്കാൻ പറ്റുക. ആ ദിവസങ്ങളിൽ മക്കയിലെ ആളുകൾ പരിഹാസത്തോടെ ബീവിയെ ഉമ്മ അബീഹ എന്ന് വിളിച്ചു. കാരണം അവരുടെ സ്നേഹവും ശ്രദ്ധയും വാത്സല്യവും ഒരു മാതാവിൻ്റെതുപോലെയായിരുന്നു. ബീവി വളർന്നപ്പോൾ പലരും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഫാത്തിമ ബീവിയുടെ ഹൃദയം പ്രവാചകനോട് ഏറ്റവും അടുപ്പമുള്ളവരിൽ ഒരാളായ അലി റളിയല്ലാഹു അൻഹുവിന് വിധിക്കപ്പെട്ടതായിരുന്നു. അവരുടെ വിവാഹം ലളിതമായിരുന്നുവെങ്കിലും അത് അനുഗ്രഹങ്ങളാൽ നിറഞ്ഞതായിരുന്നു. ഫാത്തിമ ബീവിയുടെ ഹൃദയം വിനയം, ക്ഷമ, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നിവയാൽ നിറഞ്ഞിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇസ്ലാമിലെ മഹത്തായ 2 വ്യക്തിത്വങ്ങളായ ഹസൻ എന്നിവരുടെ മാതാവായി ബീവി മാറി.
പ്രവാചകൻ തന്റെ മകളായ ഫാത്തിമയെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും അവരുടെ കയ്യിൽ ചുംബിക്കുകയും സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് എന്ന് പറഞ്ഞ് അവരെ പുകഴ്ത്തുകയും ചെയ്യുമായിരുന്നു. മദീനയിലെ ഏറ്റവും ദുരിതമേറിയ ദിവസങ്ങളിൽ പോലും ബീവിയുടെ പിന്തുണ പ്രവാചകനുണ്ടായിരുന്നു. എന്നാൽ പിതാവിന്റെ മരണം ബീവിയുടെ ഹൃദയത്തിൽ സൂര്യൻ അസ്തമിച്ചതുപോലെയായി. അന്ന് മുതൽ എന്റെ പിതാവിന്റെ വഫാത്തിന് ശേഷം ജീവിതത്തിന് രുചിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖത്തോടെ ജീവിച്ചു. ബീവി വീടിന് പുറത്തു പോകുന്നത് കുറച്ചു. ക്ഷമയോടെയും ദുആയോടെയുമാണ് പിന്നീട് ദിവസങ്ങൾ ചിലവഴിച്ചത്. പിതാവ് മരണപ്പെട്ട് 6 മാസങ്ങൾ പിന്നിട്ടപ്പോൾ ബീവി മദീനയിൽ വെച്ച് അള്ളാഹുവിലേക്ക് യാത്രയായി. അന്ന് ബീവിക്ക് 20കളുടെ തുടക്കം മാത്രമായിരുന്നു പ്രായം. ബീവിയെ വളരെ രഹസ്യമായി രാത്രിയിലായിരുന്നു ഖബറടക്കിയത്. ബീവിയുടെ എളിമയും ദുഃഖവും നിറഞ്ഞ ഹൃദയത്തിന്റെ ഒരു രഹസ്യം പോലെ ബീവിയുടെ ഖബർ ഇന്നും ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബീവിയുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ഒരുപാട് സങ്കടപ്പെട്ടു. ബീവിക്കായി കവിതകൾ എഴുതി. ദിവസങ്ങളോളം ബീവിയെ ഓർത്ത് ദുഃഖിച്ചു. ഫാത്തിമ ബീവിയുടെ ജീവിതം ഓരോ മുസ്ലിം വനിതയെയും മഹിമ, അനുകമ്പ എന്നിവയുടെ അർത്ഥം പഠിപ്പിക്കുന്നു. ഏറ്റവും പ്രയാസമേറിയ സമയങ്ങളിൽ പോലും വിശ്വാസമോ സ്നേഹമോ കുലീനതയോ കൈവിടാതെ ഉറച്ചുനിന്ന ഒരു വനിതയായിരുന്നു ഫാത്തിമ. ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള കൊട്ടാരങ്ങളിലൊന്ന്. പൊൻതൂണുകളും പട്ടുപടികളും മുത്തുകൊണ്ടുള്ള വിളക്കുകളും നിറഞ്ഞ ആ കൊട്ടാരത്തിലായിരുന്നു ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ ജീവിച്ചത്. അവരുടെ ചുറ്റും ദാസിമാർ, ആജ്ഞകൾ, ആഡംബരം. ലോകം അവരെ ഭാഗ്യവതി എന്ന് കരുതി. എന്നാൽ ബീവിയുടെ ഹൃദയം അത്ര സമ്പന്നമല്ലായിരുന്നു. ബീവി തേടിക്കൊണ്ടിരുന്നത് കൊട്ടാരത്തിന്റെ തിളക്കമല്ലായിരുന്നു, സത്യത്തിന്റെ വെളിച്ചം, ശാന്തമായ മനസ്സ്, സൃഷ്ടാവിന്റെ സ്നേഹം. ഇതെല്ലാമായിരുന്നു. ഒരു ദിനം നൈൽ നദിയിലൂടെ ഒഴുകിയെത്തിയ ഒരു കൊട്ടയിൽ ഒരു കുഞ്ഞ് കരയുന്നു. മുഖത്തൊരു ദിവ്യപ്രകാശം, കണ്ണുകളിൽ ജ്ഞാനം. ആസിയ ബീവി ആ കുഞ്ഞിനെ കൈകളിലെടുത്തു, ഹൃദയത്തിലേക്ക് ചേർത്തു. ബീവി ഫിർഔനോട് പറഞ്ഞു, ഈ കുഞ്ഞ് എനിക്കും നിനക്കും സന്തോഷം നൽകുമായിരിക്കും. നമുക്ക് ഈ കുഞ്ഞിനെ ദത്തെടുക്കാം. ആ കുഞ്ഞ് മൂസ അലൈഹിസ്സലാമായിരുന്നു. ഇതാണ് അവരുടെ ഹൃദയം തുറക്കാൻ പോകുന്ന താക്കോൽ എന്ന് ആസിയ ബീവി അറിഞ്ഞില്ല. വർഷങ്ങൾ പിന്നിട്ടു. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദൂതനായി മടങ്ങി വന്നു. ഫിർഔന്റെ മുന്നിൽ നിന്ന് ഈമാനിന്റെ വാക്കുകൾ പറഞ്ഞു. ഫിർഔനെ, നിങ്ങളുടെ റബ്ബ് നിങ്ങളല്ല, ലോകത്തിന്റെ റബ്ബായ അള്ളാഹുവാണ്. നബിയുടെ വാക്കുകൾ കൊട്ടാരത്തിന്റെ ചുവരുകൾക്കപ്പുറമെത്തി. ഇത് കേട്ട ബീവിയുടെ ഹൃദയം വിറച്ചു. ഇതാണ് താൻ തേടിയിരുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. ബീവി നിശബ്ദമായി ദുആ ചെയ്തു. എന്റെ റബ്ബേ, എന്നെ ഫിർഔനിൽ നിന്നും അവന്റെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും രക്ഷിക്കണമേ, എന്നെ ദുഷ്ടരിൽ നിന്നും അകറ്റണമേ. എന്നാൽ വിശ്വാസം അധിക നാൾ മറച്ചു വെക്കാനായില്ല. ബീവിയുടെ കണ്ണുകളിൽ ജന്നത്തിന്റെ വെളിച്ചം തെളിഞ്ഞപ്പോൾ ഫിർഔൻ അത് കണ്ടു. അവൻ ആക്രോശിച്ചു, നീ എന്നെ വിട്ട് മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചോ? അവരുടെ മുഖത്ത് പേടിയില്ലായിരുന്നു, അവരുടെ ഹൃദയം ശാന്തമായിരുന്നു. ബീവിയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ ഫിർഔൻ ഉത്തരവിട്ടു. സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്നു. അവർ ബീവിയെ നിലത്ത് കിടത്തി, കൈകാലുകൾ തൂണുകളിലേക്ക് കെട്ടി. തലയ്ക്ക് മുകളിൽ ഒരു വലിയ കല്ല് വെച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വിശ്വാസം ഉപേക്ഷിക്കൂ, അല്ലെങ്കിൽ നിനക്ക് മരണമാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ആസിയ ബീവി തല ആകാശത്തേക്ക് ഉയർത്തി. അവരുടെ അധരങ്ങളിൽ നിന്ന് മധുരമായ വാക്കുകൾ പുറപ്പെട്ടു. എന്റെ റബ്ബേ, നിന്റെ സാന്നിധ്യത്തിൽ എനിക്കൊരു വീട് ജന്നത്തിൽ പണിയണമേ. ബീവി അത് പറഞ്ഞ നിമിഷം അള്ളാഹു ബീവിയുടെ സ്വർഗത്തിലെ വീട് കാണിച്ചു കൊടുത്തു. സമാധാനവും പ്രകാശവും നിറഞ്ഞ വീട്. ബീവിയുടെ മുഖം പ്രകാശിച്ചു. ശരീരവേദന മറന്നു. മലക്കുകൾ ബീവിയുടെ റൂഹിനെ കരുതലോടെ ഉയർത്തി. അവർ ഭൂമിയിൽ വേദനയാൽ അമർന്നു. എന്നാൽ സ്വർഗത്തിൽ വളരെ ഉയർത്തപ്പെട്ടു. അള്ളാഹു കണ്ടത് ബീവിയുടെ ഷഹാദത്തായിരുന്നു, ഈമാനായിരുന്നു. ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിലെ റാണിയായവർ. എന്നാൽ തന്റെ കിരീടം അള്ളാഹുവിന്റെ കാൽക്കൽ വെച്ചു. ജന്നത്തിൽ തനിക്കായി വീട് പണിയാൻ ദുആ ചെയ്തു. ഈമാനിനു വേണ്ടി എല്ലാം വെടിഞ്ഞു. കാരണം ഈ ലോകം താൽക്കാലികം മാത്രമാണെന്നും അള്ളാഹുവിന്റെ വീടാണ് ശാശ്വതമെന്നും ബീവിക്ക് അറിയാമായിരുന്നു. മറിയം ബിൻത് ഇമ്രാൻ റളിയല്ലാഹു അൻഹ ഒരു ഉമ്മ തന്റെ ഗർഭാവസ്ഥയിലും
കുഞ്ഞിനെ വളർത്തുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്റെ റബ്ബേ, ഈ കുഞ്ഞിനെയും അവരുടെ സന്തതിയെയും ശൈത്താനിൽ നിന്നും നീ സംരക്ഷിക്കണമേ. അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. മറിയം ബീവി ജനിച്ച നിമിഷം തന്നെ ചുറ്റും ദിവ്യ സംരക്ഷണം ഏർപ്പെടുത്തി. പിതാവായ ഇമ്രാൻ ആ കുഞ്ഞിന്റെ ജനനത്തിന് മുന്നേ മരണപ്പെട്ടു. അവരുടെ മാതാവ് പൂർണ്ണ ഹൃദയത്തോടെ തന്റെ മകളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് സേവനത്തിനായി അയച്ചു. മറിയം ബീവി മസ്ജിദിനുള്ളിൽ വളർന്നു. ബീവിയുടെ ബുദ്ധിയും ആരാധനാ പ്രവൃത്തിയും എല്ലാവരെയും അമ്പരപ്പിച്ചു. പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാം അവരെ ശ്രദ്ധിച്ചു. ബീവിയുടെ മുറിയിൽ കാലാവസ്ഥയോട് യോജിക്കാത്ത, എവിടെയും കാണാത്ത വ്യത്യസ്തമായ ഭയങ്ങൾ കണ്ടു. സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ അവർ ലളിതമായി പറഞ്ഞു, എന്റെ റബ്ബിൽ നിന്നും കിട്ടിയതാണ്. ബീവിയുടെ യൗവന കാലത്ത് അവർ ഒറ്റയ്ക്ക് ആരാധനയിലായിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മറിയം ബീവി വിറച്ചു. ഭയത്തോടെ പിന്നോട്ട് മാറി ദുആ ചെയ്തു, അർ-റഹ്മാനിൽ അഭയം തേടുന്നു, നീ എന്നോട് അടുക്കരുത്. എന്നാൽ മലക്ക് മൃദുവായി പറഞ്ഞു, മറിയം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് വിശുദ്ധ പുത്രന്റെ സന്തോഷ വാർത്ത അറിയിക്കാനായി അയക്കപ്പെട്ടിരിക്കുന്നു. ബീവിയുടെ മുഖം ഞെട്ടലിൽ വിളർത്തു. ഞാൻ എന്റെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീയാണ്, പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പുഞ്ചിരിച്ചു. അള്ളാഹു തീരുമാനിക്കുന്നതെല്ലാം നടപ്പിലാക്കുന്നു. അവൻ പറയുന്നത് മാത്രമേ സംഭവിക്കൂ. അതുടൻ സംഭവിക്കാൻ പോവുകയാണ്. മറിയം ബീവി അത്ഭുതത്തോടെ ഗർഭം വഹിച്ചു. ബീവിയെ പട്ടണത്തിൽ നിന്ന് അകലെയുള്ള മരുഭൂമിയിൽ എത്തിച്ചു. ഒരു ഈന്തപ്പനയുടെ അടിയിൽ വേദനയിലും ഏകാന്തതയിലും വിറച്ച് റബ്ബിനോട് ദുആ ചെയ്തു, എന്റെ റബ്ബേ, ഇതിനു മുൻപേ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ, എനിക്കെല്ലാം മറക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നാൽ അള്ളാഹു അവരെ ആശ്വസിപ്പിച്ചു. അവരുടെ കാലിനടിയിൽ നിന്ന് ഒരു തോട് ഒഴുകി വന്നു. മരത്തിൽ നിന്നും പഴങ്ങൾ വീണു. അങ്ങനെ അത്ഭുതമായ ആ ജനനം നടന്നു, ഈസ അലൈഹിസ്സലാമിന്റെ ജനനം. മറിയം ബീവിയുടെ ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷണം അവിടെ തുടങ്ങി. കുഞ്ഞിനെ കൈകളിലെടുത്ത് ജനങ്ങളിലേക്ക് മടങ്ങിയപ്പോൾ അവരെല്ലാം സംശയത്തോടെ പരിഹാസത്തോടെ ബീവിയെ നോക്കി. അവർ പറഞ്ഞു, ഹേ ഇമ്രാനിന്റെ പുത്രി, നീ ചെയ്തിരിക്കുന്നത് ഭീകരമായ കാര്യമാണ്. അവർ മിണ്ടാതെ നിന്നു. കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടി. അപ്പോൾ കുഞ്ഞായ ഈസ അലൈഹിസ്സലാം തന്റെ തൊട്ടിലിൽ നിന്നും സംസാരിച്ചു, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, അവൻ എനിക്ക് ഗ്രന്ഥം നൽകി, എന്നെ പ്രവാചകനാക്കി. മറിയം ബീവിയുടെ പേരിൽ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തുൽ മറിയം. ഖുർആനിൽ പേരോടെ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീയാണ് മറിയം ബീവി. ബീവിയുടെ ക്ഷമ, ഭയത്തെ മറികടന്ന വിശ്വാസം, പ്രാർത്ഥനകൾ, കാലവും അതിരുകളും മറികടന്ന് സ്ത്രീകൾക്ക് വഴികാട്ടുന്ന വെളിച്ചമായി മാറി. അള്ളാഹു തിരഞ്ഞെടുത്ത ദാസി, പവിത്രതയുടെയും വിശ്വാസത്തിന്റെയും ഉന്നത പ്രതീകം. ബീവി തന്റെ മുഴുവൻ ജീവിതവും റബ്ബിനായി സമർപ്പിച്ചു. ജന്നത്തിലെ മഹത്തായ സ്ത്രീകളിൽ ഒരാളായി മാറി. ആയിഷ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ. മക്കയിലെ ഒരു ചെറിയ വീട്ടിൽ ജനിച്ച ഒരു പെൺകുഞ്ഞ്. അവരുടെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹ മക്കയിലെ ഏറ്റവും വിശ്വസ്തനും ഇസ്ലാം സ്വീകരിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളുമായിരുന്നു. പിന്നീട് ലോകം അവരെ അറിയാൻ തുടങ്ങി. ആയിഷ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ. ബീവിയുടെ കുട്ടിക്കാലം സാധാരണ രീതിയിലല്ലായിരുന്നു, പ്രവാചകന്റെ കൂടെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാര ശൈലി, സ്നേഹം, ചിരി, അതെല്ലാം പിന്നീട് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ അവയെല്ലാം സൂക്ഷ്മമായി അവർ ശേഖരിക്കുകയായിരുന്നു. ബീവി വളരെ ചെറുതായിരുന്നുവെങ്കിലും മഹാപണ്ഡിതയുടെ ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ബീവി കാണുന്നതും കേൾക്കുന്നതും ഹൃദയത്തിൽ പതിപ്പിച്ചു. പ്രവാചകൻ ബീവിയെ ഒരു ഭാര്യ എന്നതിലുപരി ഹൃദയത്തിന്റെ അതിയന്തര വലയത്തിൽ ചേർത്ത ഒരു വിശ്വാസ പങ്കാളിയായിരുന്നു. ബീവി നടന്നു വരുന്നിടത്ത് വെളിച്ചം പരക്കും. പ്രവാചകൻ സ്നേഹത്തോടെ ബീവിയെ വിളിച്ചു, യാ ഹുമൈറ, ചുവന്ന കവിളുള്ള പ്രിയപ്പെട്ടവൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം സ്നേഹവും പഠനവും നിറഞ്ഞ ഒരു തോട്ടം പോലെയായിരുന്നു. പ്രവാചക ജീവിതത്തിലെ ചെറിയ ചിരിയിൽ നിന്നും രാത്രിയിലെ കണ്ണുനീര് വരെയുള്ള ഓരോ നിമിഷവും ബീവിയുടെ ഹൃദയത്തിൽ ശേഖരിച്ചു, വാക്കുകളിൽ സൂക്ഷിച്ചു. മദീനയിലെ സ്വഹാബികളും പ്രായമായ പണ്ഡിതരും ആയിഷ ബീവിയുടെ വീടിന്റെ വാതിൽ തട്ടി ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ബീവി മറുപടി മാത്രമല്ല നൽകുക, ബുദ്ധിപൂർവം, സ്നേഹത്തോടെ, ക്ഷമയോടെ പഠിപ്പിച്ചു കൊടുത്തു. ബീവി പറഞ്ഞു, വിശ്വാസം മധുരമുള്ളതാണ്, അത് സ്നേഹത്തോടുകൂടെ പഠിച്ചാൽ മാത്രം ഹൃദയത്തിൽ വിത്തായിരിക്കും.
ഒരു ദിനം അവരുടെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ ചിലർ ശ്രമിച്ചു. വാക്കിന്റെ അമ്പുകൾ ഹൃദയത്തിൽ തൊട്ടപ്പോൾ ആയിഷ ബീവി മിണ്ടാതെ കണ്ണുനീർ കൊണ്ട് ദുആ ചെയ്തു. അന്ന് അള്ളാഹു മറുപടി നൽകി. ഖുർആനിൽ വചനങ്ങൾ ഇറങ്ങി. ബീവിയുടെ നിരപരാധിത്വം പ്രഖ്യാപിച്ചു. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു സ്ത്രീക്കായി നേരിട്ട് വഹി ഇറങ്ങിയത് അന്നാണ്. പ്രവാചകന്റെ വിടവാങ്ങലിന് ശേഷം ഉമ്മത്ത് ബുദ്ധിമുട്ടിലായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ജ്ഞാനവും ഹൃദയവും കൊണ്ട് ഇസ്ലാമിന്റെ ശക്തി തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ജമൽ യുദ്ധത്തിന് ശേഷം ഹൃദയത്തിൽ വേദന കത്തിയപ്പോൾ ബീവി മദീനയിലേക്ക് യാത്രയായി. ജീവിതത്തിന്റെ ബാക്കിയുള്ള ദിവസങ്ങൾ സജ്ദയിലും ദുആയിലും അറിവ് പഠിപ്പിക്കുന്നതിലും ചെലവഴിച്ചു. ഇന്ന് ബീവി ജീവിച്ചിരിപ്പില്ലെങ്കിലും മദീനയിലെ ഓരോ അറിവിലും ഓരോ ഹദീസിന്റെ താളത്തിലും ഓരോ ദുആയിലും ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ സ്വരമുണ്ട്. ബീവി നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉമ്മയാണ്. പ്രവാചകന്റെ ഹൃദയത്തിന്റെ സന്തോഷവും ഇസ്ലാമിന്റെ അറിവിന്റെ തൂവൽ പക്ഷിയുമാണ്. അവരുടെ നിഴലും ദുആയും നമുക്കെന്നും അനുഗ്രഹമായി നിലനിൽക്കുന്നു. സ്വർഗത്തിലിരുന്ന് വീണ്ടും വീണ്ടും ബീവിയുടെ കഥകൾ കേൾക്കാൻ ഓരോ വിശ്വാസികളുടെ ചെവികൾക്കും ഭാഗ്യമുണ്ടാകട്ടെ. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. സ്നേഹത്തിലേക്ക് സജ്ജത ചെയ്ത ഹൃദയം. പ്രവാചകന്റെ കാലത്തിന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ബസ്രയുടെ ദാരിദ്ര്യത്തിന്റെയും നിശബ്ദതയുടെയും നടുവിൽ ജനിച്ച ഒരു പെൺകുഞ്ഞ് റാബിയത്തുൽ അദവിയ. ലോകം അവരെ ദരിദ്രയായ ഒരു അനാഥയായി കണ്ടെങ്കിലും അള്ളാഹു ബീവിയെ സ്നേഹത്തിന്റെ പാഠമാക്കാൻ തിരഞ്ഞെടുത്തു. അവരുടെ വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു. എന്നാൽ ദുആയുടെ ചൂടും അള്ളാഹുവിനോടുള്ള സ്നേഹവും അവിടെ നിറഞ്ഞിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ട് ദാസിയായി വിൽക്കപ്പെട്ടു. അതികഠിനമായ ജോലികൾ, വേദനയേറിയ ദിനങ്ങൾ. എന്നാൽ അവരുടെ ഹൃദയം ഒരിക്കലും തകർന്നില്ല. അവർ ഭൂമിയിലല്ല, ആകാശത്തെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാവരും ഉറങ്ങുമ്പോൾ റാബിയ സജ്ദയിലേക്ക് ഉണരുന്നു. കണ്ണുനീർ തുള്ളി തുള്ളിയായി സജ്ദ മണ്ണിൽ വീഴും. പ്രഭാതത്തിൽ കണ്ണുകൾ ചുവന്നിരിക്കും. മുഖം പൂർണ്ണ സമാധാനത്തിന്റെ പ്രകാശം പോലെയായിരിക്കും. ഒരു രാത്രി യജമാനൻ അവരെ സജ്ദയിൽ മുഴുകി തളർന്ന നിലയിൽ കണ്ടു. ആ നിമിഷം അദ്ദേഹത്തിന്റെ ഹൃദയം ഉരുകി. ഇതുപോലൊരു ഹൃദയം ലോകത്തിന്റെ അടിമയാകരുത് എന്ന് മനസ്സിലാക്കി സ്വാതന്ത്ര്യം നൽകി. സ്വതന്ത്രയായതിനു ശേഷം അവർ ലോകത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു. അവർ അന്ന് പറഞ്ഞു, ഇനി ഞാൻ ആരുടെയും ദാസിയല്ല, അള്ളാഹുവിന്റെ മാത്രം ദാസിയാണ്. അവർ വിവാഹം ചെയ്തില്ല, സമ്പത്ത് കൂട്ടിവെച്ചില്ല. കിട്ടിയതെല്ലാം ദരിദ്രർക്ക് കൊടുത്തു. അവരുടെ കണ്ണുകളിലും ഹൃദയത്തിലും ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അള്ളാഹുവിന്റെ സ്നേഹം. ആ സ്നേഹം മാത്രം മതി. അവർ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, യാ അള്ളാഹ്, ഞാൻ നിന്നെ ആരാധിക്കുന്നത് സ്വർഗം ലഭിക്കാനാണെങ്കിൽ സ്വർഗത്തിൽ നിന്നും എന്നെ അകറ്റണമേ. നരകഭയത്താലാണെങ്കിൽ എന്നെ അതിലേക്കു തന്നെ ഇട്ടേക്കണമേ. എന്നാൽ നിന്നെ സ്നേഹിക്കുന്നതിനാലാണ് ആരാധിക്കുന്നതെങ്കിൽ നിന്റെ സാന്നിധ്യം കൊണ്ട് എന്നെ ആദരിക്കണമേ. ലോകം അവരെ ദരിദ്രയായ സ്ത്രീയായി കണ്ടു. ആകാശം അവരെ സ്നേഹത്തിന്റെ വലിയായിട്ടാണ് കണ്ടത്. ദർവീഷുകളും പണ്ഡിതരും അവരുടെ ചെറിയ വീട്ടിലെത്തി ദുആയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തു. കാരണം റാബിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം സ്വർഗം തേടുന്ന ഹൃദയമല്ല, അള്ളാഹുവിനെ മാത്രം തേടുന്ന ഹൃദയമായിരുന്നു. അവരുടെ ജീവിതം നമ്മോട് പറയുന്നത് ഈമാൻ എന്നത് ഭയപ്പെടുത്തി പിടിപ്പിക്കുന്നതല്ല, ഹൃദയം കൊണ്ട് സ്നേഹിച്ച് അടുപ്പിക്കുന്നതാണ്. റാബിയ റളിയല്ലാഹു അൻഹ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നില്ല. അവർ ലോകത്തിന്റെ ചങ്ങല തകർത്തു. ആത്മാവ് അള്ളാഹുവിനായി സമർപ്പിച്ചു. ലോകത്തോടുള്ള ബന്ധങ്ങൾ മുഴുവൻ വിച്ഛേദിച്ച് അള്ളാഹുവിന്റെ സ്നേഹത്തിൽ വികലിതയായ ഒരു റൂഹ്. ബീവിയുടെ പേര് ഇന്നും കേൾക്കുമ്പോൾ ആളുകളുടെ ഹൃദയം മൃദുവാകുന്നു. റാബിയ റളിയല്ലാഹു അൻഹുവിന്റെ പോലെയുള്ള അള്ളാഹുവിനെ മാത്രം അതിരുകടന്ന് സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്കും നൽകണമേ. ഹാജറ റളിയല്ലാഹു അൻഹ. അനാഥമായ മരുഭൂമി, ചൂടിൽ വെന്തുരുകിയ മണൽത്തരികൾ. വിശ്വാസത്തോടെ കൈക്കുഞ്ഞുമായി അവിടെ ഒരു സ്ത്രീ, ഹാജറ ബീവി. അതൊരു സ്ത്രീയുടെ പേര് മാത്രമല്ല, സഹനത്തിന്റെ ഒരു വസന്തമാണ്. ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഒരു നിർജ്ജന താഴ്വര, മരമില്ല, ഒരു വേള തണുത്ത ഒരു തുള്ളി വെള്ളം പോലുമില്ല. അവിടെ ആ ഉമ്മ ഹാജറ ബീവി ഏകാന്തതയോടെ നിന്നു. കയ്യിൽ ഇസ്മായിൽ നബി അലൈഹിസലാം.
പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെയാക്കി മടങ്ങി. ഇബ്രാഹിം നബി തിരിഞ്ഞു പോകുമ്പോൾ ബീവിയുടെ ശബ്ദം വിങ്ങി, എന്നെയും എന്റെ കുഞ്ഞിനെയും ഇവിടെ വിട്ടുപോകുകയാണോ? അദ്ദേഹം നിശബ്ദത പാലിച്ചു. ബീവി വീണ്ടും ചോദിച്ചു, ഇത് അള്ളാഹുവിന്റെ ആജ്ഞയാണോ? അദ്ദേഹത്തിന്റെ കണ്ണുനീർ മറുപടി നൽകി. അപ്പോൾ ഹാജറ ബീവി തല ഉയർത്തി, അള്ളാഹു ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ബീവിയുടെ ഹൃദയം വിങ്ങിയെങ്കിലും വിശ്വാസം അവരെ ഉറച്ചു നിർത്തി. എന്നാൽ പരീക്ഷണം അവിടെ അവസാനിച്ചില്ല. ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. ഭക്ഷണവും വെള്ളവും എല്ലാം തീർന്നു. കുഞ്ഞിന്റെ കരച്ചിൽ ആകാശത്തേക്ക് ഉയർന്നു. ഹാജറ ബീവി സഫാ മലയുടെ മുകളിൽ പ്രതീക്ഷയോടെ ഓടി. അവിടെ ഒന്നും കണ്ടില്ല. ബീവി വീണ്ടും വീണ്ടും ഓടി മർവയിലേക്ക്. 7 പ്രാവശ്യം മലകൾക്കിടയിലൂടെ ഓടി. അവിടെ ഒന്നും കണ്ടില്ല. ബീവി വീണ്ടും ഓടി മർവയിലേക്ക്. 7 പ്രാവശ്യം മലകൾക്കിടയിലൂടെ ഓടി. ഓരോ ചുവടിലും പ്രാർത്ഥനയും ഓരോ കണ്ണീരിലും വിശ്വാസത്തിന്റെ പ്രതീകവും ഉണ്ടായിരുന്നു. യാ റബ്ബ്, എന്റെ കുഞ്ഞിനെ രക്ഷിക്കൂ. അത്ഭുതം സംഭവിച്ചു. കുഞ്ഞിന്റെ ചെറുകാലിന് കീഴിലൂടെ അള്ളാഹുവിന്റെ കരുണയാൽ ഭൂമിയുടെ നെഞ്ചിൽ നിന്നുള്ള സംസം ജലധാരയായി ഒഴുകി. ഒരു ഉമ്മയുടെ ദുആ ലോകത്തിനാകെ ജീവൻ നൽകി. ഇന്ന് വരെ ലക്ഷക്കണക്കിന് ഹജ്ജ് യാത്രക്കാർ സഫാ മർവയ്ക്ക് ഇടയിൽ ഓടുമ്പോൾ അവരുടെ കാൽപ്പാടിൽ ഹാജറ ബീവിയുടെ വിശ്വാസത്തിന്റെ നിഴലുണ്ട്. ഒരു മരുഭൂമിയെ തന്നെ സ്വർഗത്തിന്റെ ഉറവയാക്കി മാറ്റിയ സ്ത്രീ.